ആണോ വേണ്ടേന്ന്? ഇത് എല്ലാരും ഒന്ന് കഴിച്ചു നോക്കണം എന്തായാലും. ഫസ്റ്റ് ലാമി നമുക്ക് ഇത്ര സ്നേഹമല്ല ഭാര്യ ഒഴിഞ്ഞോട് മസാജൊക്കെ ചെയ്തിട്ടാണ് എത്തിക്കണത്. നിങ്ങളെ സുന്ദരി ഇമ്മച്ചിനെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, വേറൊരു സാധനം തരാനാണ്. വെൽക്കം ടു another video ആഷി vlog. ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും? അപ്പം വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ. അടിപൊളി മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംഭവമൊക്കെ ആലോചിക്കുമ്പം അൽഹംദുലില്ലാ, ഞങ്ങൾ തമ്പനയിൽ കണ്ട പോലെ എൻ്റെ ഉപ്പാക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതും ഉപ്പാക്കൊരു വാച്ച് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ വാച്ച് ഉപ്പാക്ക് കുറേ കാലമായി വാങ്ങിക്കൊടുക്കണം വിചാരിക്കണത്. വാങ്ങിക്കൊടുക്കുമ്പം ഉപ്പാക്ക് വാച്ച് ഉണ്ട്, ബട്ട് കുറേ കാലമോ പഴയത് കുറേ ആയി. ഇപ്പം എനിക്ക് ഒരു വാച്ച് തന്നെ ഇപ്പം എന്നോ ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട്, വാച്ച് പ്രമോഷൻസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വാങ്ങിക്കൊണ്ട് കിട്ടോ എന്ന് പറഞ്ഞു. പ്രമോഷനായിട്ട് കേട്ടോ, ബട്ട് പ്രമോഷനൊന്നുമല്ല, സ്വന്തമായിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കാൻ പോവാണ്. അതും അർമാണി എക്സ്ചേഞ്ചിൻ്റെ വാച്ചാണ്. കുറച്ച് പവറിൽ തന്നെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റി. കൊടുക്കാൻ പോവാണ്. അപ്പം അൽഹംദുലില്ലാ, നമ്മളെ ഉപ്പാർക്കൊക്കെ വലിയ സമ്മാനങ്ങളിലൊന്നുമല്ല കാര്യം. ഉപ്പാക്ക് ഒരു സംഭവമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക, ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെ പാരൻസിനൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അത് ചെയ്തവർക്കേ അറിയുള്ളൂ അവരൊക്കെ സന്തോഷം അല്ല ഹാപ്പിനെസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഹാപ്പിനെസ് തരുന്നത് അതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ കാരണം ഹാപ്പി ആവുക, നമ്മൾ കാരണം സന്തോഷമാവുക എന്നൊക്കെ പറയണത് എനിക്ക് വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ കൊടുക്കാൻ പോവാണ്. ഈ കാര്യം ആഷിക്കും ലാമിക്കും അറിയാം. അതുകൊണ്ട് ഞാനിത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആശിനോട് ലാമിനോട് ഫ്രണ്ടിൽ ഇരിക്കുന്ന്. അപ്പം ഞാൻ പോയി വന്നപ്പോത്തിന് ആശി ലാമിയും ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഒരു ഫുൾ സെറ്റായി എന്തോ തള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഓലെ കാണിച്ചു തരാം. അപ്പം ഞാൻ പോവാണ്. മാമാക്കറിയില്ല, മാമാനോട് ഞാൻ മാമ മിക്കവാറും അടുക്കളയിലുണ്ടാവും. വാപ്പാക്ക് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, വാപ്പ ഇവിടെ ഒന്നുമില്ല, എവിടെയാണെന്ന് അറിയില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, വാപ്പാൻ്റെ എക്സ്പ്രഷൻ നോക്കട്ടെ. ആശി ലാമി വൻ തള്ളിലാണ് ഗൈസ്. ആശിന്റെ എക്സ്പ്രഷൻ നോക്ക് ഗൈസ്. നിങ്ങൾ തള്ളിയിരിക്കണേ രാവിലെ കാട്ട്. ഞാൻ ലോങ് ഒരു ഷോട്ട് എടുത്തീനു. ഇങ്ങനെ ആർക്കെങ്കിലും കാട്ടാൻ കഴിയോ ഗൈസ്? തിരിച്ചാ കയ്യും അതുകൊണ്ട് കയ്യും. അതല്ല നമ്മള് വന്ന കാര്യം, നമ്മള് ചെയ്യാൻ നിന്ന കാര്യം എന്തായി? വാപ്പടെ സെറ്റാണ്, ഉഷാറാണ്. വാപ്പനെ കണ്ടോട്ടല്ലേ. അതും അർമാണി എക്സ്ചേഞ്ചിന്റെ സാധനം തന്നെ കൊടുക്കാൻ പറ്റില്ലേ? അതെ, കൊടുക്കുമ്പോ പക്കാലേ കൊടുത്തില്ലേ? ഞാൻ ചേർത്തില്ല, വാപ്പാക്ക് അപ്പൊ നിങ്ങളപ്പം വാപ്പാക്ക് സർപ്രൈസ് കൊടുക്കുമ്പോ നിങ്ങൾ കണ്ടാൽ മതി. വാപ്പ കൊറേ ഒരു വാച്ചൊക്കെ പറഞ്ഞ ഈ അന്ന് വരുന്ന ടൈമില് ഞാൻ പുതിയ വാച്ച് വാങ്ങുമ്പോ പറയില്ല വാപ്പ ആശിക്കൊക്കെ വാച്ച് വാങ്ങും. വാപ്പ പറയും വാപ്പക്ക് വാച്ച് വാങ്ങും. എന്നോടും പറഞ്ഞേനു ഒരു പ്രൊമോഷന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ പേജ് ഒക്കെ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ വാപ്പക്ക് വലുതല്ല, ചെറിയ ഓൺലൈൻ പേജ് ചോദിക്കൂലട്ടോ. അപ്പൊ വാപ്പ പറയല് എനിക്ക് ഇനി പ്രൊമോഷൻ നിങ്ങൾ ഷൂസ് ഇതൊക്കെ പറയുന്നതിന്റെ ബാക്കി ഒരു വാച്ച് പറയലില്ലേ. അപ്പൊ കേറി വരും കേട്ടോ മിക്കവാറും. മാമാന്റെ അടുത്ത് പോവാദ്യം. അതല്ല ഓഡിയൻസ് കണ്ടില്ല. അപ്പൊ മാമ അടുക്കളയിലാണ്. വാ രസല്ലേ? എന്റെ അതേപോലെ ഗൈസ്. ഞങ്ങളിതാ ഇവിടെ ഒരു ലോഡ് കറിവേപ്പിന്റെ എല്ലാം ഉണ്ട്. വേണ്ടിയവരൊക്കെ കമന്റ് ചെയ്തോളി. പെരയില് വന്ന് ലാമിന്റെ പെരയൊക്കെ ഡിക്കിയിലിട്ട്. ലാമിന്റെ കൊടുക്കില്ലത്. അത് നമ്മക്ക് അടുത്ത അയൽവാസികൾക്കില്ലതാണ് കേട്ടോ. നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അയൽവാസികൾക്കും കൊടുക്കണ്ടേ. നാട് മൊത്തം കൊടുക്കാനാണ് ഞങ്ങളെ പ്ലാൻ. ഇതേപോലെ സ്നേഹിക്കുക എല്ലാരും. കാണരുത് എവിടെ നോക്ക്
ഒരു കൈവേറി തന്നെ. മാമ എന്താണ് പണിയില്ല? ആരെങ്കിലും 12 മണിക്ക് ചപ്പാത്തി ഇടുന്ന 12 മണിക്ക് ചപ്പാത്തി മനസ്സിലായോ നോക്ക്. അയ്യോ ഞാനിപ്പോ ചോറ് തിന്നല് കുറവായോണ്ട് എനിക്ക് ചപ്പാത്തി രണ്ടാൾക്ക് പറ്റില്ല ചപ്പാത്തി ഇടാറുന്നിട്ടാണ് എവിടെ എന്റെ വന്ന ആളോടെ ആശയോടെ. ഞങ്ങളെ സംഭവം എന്താന്ന് വെച്ചാല് വാപ്പയുടെ നല്ല പറയട്ടോ, പാപ്പാക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണ, സർപ്രൈസ് ഗിഫ്റ്റ് വാച്ച്. അപ്പൊ ഇത് കൊടുക്കാൻ പോവാണ്. എന്റെ മാമാന്റെ മുഖത്തൊരു സന്തോഷമല്ലാത്ത മാമാക്കാണെന്ന് വിചാരിച്ച. മാമാക്ക് സ്വർണ്ണോ? അയ്യോ കൊച്ചു കള്ളി. പക്ഷെ വാപ്പാക്ക് അതത്ര ഉള്ളു. വാപ്പാക്ക് വാപ്പിനെ കൊറേ ആയി പറഞ്ഞിട്ടു. അപ്പൊ നമുക്ക് വാപ്പ എവിടെയാണ്? റൂമിലെ മേലെയാണോ? അപ്പൊ കറക്റ്റാണ്, കറക്റ്റ് ടൈമാണ്. എന്ത് ഇവിടുന്ന് എന്താ എക്സ്പോസ് 12 മണിക്ക് പല്ലേക്കേനു ഗൈസ്. കിട്ടിയില്ലടാ, കിട്ടിയില്ല. എടാ ഷോട്ടെന്ന് കുറച്ച് നേരത്തെ തന്നെ വിളിക്കണ്ടേ? 12 മണിക്ക് നീച്ച് പല്ലേക്കുക. നീച്ചിക്കണ് പല്ലേക്കലൊക്കെ. അതാ പിന്നെന്താ കയ്യിലെന്താ? കയ്യില് ബ്രഷ് ഉണ്ട്. എന്താ നോക്കണേ? ഞങ്ങളെ ഫ്രിഡ്ജിന്റെ ടൂറുകൾ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്താ എന്തൊക്കെ ഉണ്ട് കാണിച്ചു കൊടുക്ക്. കണ്ട ഫുള്ള് മാഷാല്ലാ. ഇതൊക്കെ വലിയ ഇതൊക്കെ ഐസ്ക്രീമിന്റെ ഉള്ളില് റിലേറ്റബിൾ അല്ല ഗൈസ്. ഇത് ഇതിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് തന്നെ കേട്ടോ. എടുക്കാൻ ഇത് വേണ്ട. ഇത് ഞങ്ങള് വരുന്ന ആൾക്കാർക്ക് നമ്മളറിയണ കുറെ കുട്ടികൾ വരും കേട്ടോ. ഓൽക്ക് വേണ്ടി എടുത്ത് വെച്ചൊക്കെയാണ് നമ്മളെ വീഡിയോസ് കാണണേ ഒരുപാട് ആൾക്കാർ. പിന്നെ ഇതാ ഞാൻ ഇത് കാണിച്ചു കൊടുക്കണമെന്ന് കുറെ വിചാരിക്കലുണ്ട്. മാമാന്റെ അച്ചാറാണ് കേട്ടത് ഗൈസ്. അത് അടച്ചോ. മാമാന്റെ കാസർഗോഡ് സ്പെഷ്യൽ അച്ചാറാണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, എങ്ങനെ ഇത് ഞാൻ പറയുക, അത്രയും ടേസ്റ്റ് ആണ്. നല്ല രസമാണ്. എങ്ങനെ കഴിച്ച് കാണിച്ചു കൊടുത്താ? നല്ല മാംഗോ. ഞങ്ങളിത് ഡിസ്ട്രിബ്യൂഷൻ ഇൻഷാല്ലാ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഞങ്ങക്ക് ഇത് മാമാന്റെ ബ്രാൻഡില് ഒന്ന് തുടങ്ങിയാലോ എന്നുണ്ട് കേട്ടോ. അഭിപ്രായം പറയാം, തുടങ്ങണോ വേണ്ടേന്ന്. ഇത് എല്ലാരും ഒന്ന് കഴിച്ചു നോക്കണം എന്തായാലും. ഫസ്റ്റ് ലാമി ഞാനുണ്ട് മൂക്കിന്റെ ഉള്ളിൽ കൂടെ കയറി. ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറാനാ പറഞ്ഞത്. അത് എങ്ങനെയിക്കടല്ലേ രസണ്ടോ? അതെ അച്ചാറ് വേണ്ടിയവര് പറയാ. ഞങ്ങള് വേണമെന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് അയച്ചു കേട്ടോ. കാസർഗോഡ് സ്പെഷ്യലാണ്. ഇത് കാട്ടെ, എനിക്ക് ഇന്റെ വായിന്ന് വെള്ളം വരുന്നത് ഇത് കണ്ടിട്ട്. ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. നല്ലതാ, നല്ല സ്പൈസി. ശരിക്കും രസമുണ്ടല്ലോ. ഇതിന് മുമ്പൊന്നും ഉണ്ടാക്കിയനു അതേപോലെ തന്നെ നിൽക്കണം. പൊളി പൊളി പൊളി. അപ്പം നമ്മൾ വന്ന കാര്യം മറന്നു. അപ്പം അച്ചാറുണ്ട്. അപ്പം ഇതൊക്കെ ഇവിടെ അച്ചാർ ഇങ്ങനെ അച്ചാർ ഇഷ്ടമല്ലാത്ത ഞാനും ആശും വരെ ഇങ്ങനെ തിന്നണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടേസ്റ്റ് മനസ്സിലായി കൂടെ. ഞാൻ കുറവാണ് തിന്നല്, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റോ പറയണ പോലെ. അപ്പൊ വാപ്പ എപ്പോഴാ മേലെന്ന് ഇറങ്ങി വരുവാന്ന് അറിയില്ല. നമുക്ക് വാപ്പാനെ വിളിച്ചിട്ട് ഇവിടുക്കനെ വിളിച്ച് കൊടുക്കല്ലേ. ഇവര് വേറെ ലോകത്തെത്തി. ഞങ്ങള് സീരിയസ്ലി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അച്ചാറ് വിൽപ്പന. അപ്പൊ വിളിക്ക്. ആരെ വിളിക്കുക? മാമ വിളിക്കുക വാപ്പാനെ. മാമാക്ക് വാപ്പാൻ എന്താ വിളിക്കാന്ന് അറിയില്ല. എന്താ വിളിക്കുക നിങ്ങളെ ഹസ്ബൻഡിനെ? നിങ്ങള് കുറച്ചൊക്കെ ഒരു പ്രായമായ ആൾക്കാർ എന്താ വിളിക്കല്? നോക്കി
നോക്കി അതിനല്ലേ വിളിക്കല് അന്റെ അമ്മച്ച എന്താ ഇപ്പാന്ന് വിളിക്കല് ഇപ്പാന്ന് വിളിക്കല് ഇപ്പാന്നോ ശരിക്കും അത് എന്നോട് ഞങ്ങള് മൂത്തമ്മ വിളിക്കണേ മൂത്തമ്മല്ല അല്ല മാമ എന്താ വിളിക്കല് ഞാനെന്താ വിളിക്ക പറ പേരെടുക്കോ എന്ത് റഹ്മത്തെ മൂത്താപ്പ മൂത്തമ്മാനെ വിളിക്കെന്താ അറിയോ യാ വലത് മറ്റേ മറ്റേ ദുബായിൽ വിളിക്കണ പോലെ യാ വലത് എന്നൊക്കെയാണ് വിളിക്കല്. അപ്പൊ നമ്മള് വന്ന കാര്യത്തിൽ നിന്ന് വീണ്ടും വീണ്ടും വിട്ടു പോവാണ്. വാപ്പാ വാപ്പാ എന്ത് പണിയില്ല കർട്ടനോ നിങ്ങൾ ഇങ്ങോട്ട് വരി നമ്മള് വ്ളോഗ് എടുക്കണേ ഒന്ന് വാപ്പാനെ കാണിച്ചു കൊടുക്കാനാണ്. നമ്മളെ ഫാൻസിന് വാപ്പാനെ കാണണം പറഞ്ഞേ. ലാമിനെ നോക്ക് മാമ ഇവളൊന്ന് സീനാവും ബാത്റൂമിൽ നീച്ചൂല രണ്ടാളും. പിന്നെ കഴിഞ്ഞതില് നമ്മള് വീഡിയോ ഇട്ടേ വെരി ക്യാമറ ഞങ്ങളെ വാപ്പാന്റെ എൻട്രി ആണ് കേട്ടോ. എന്താ പരിപാടി അല്ല ഞങ്ങള് പ്രേക്ഷകരോട് 2 വാക്ക് ഇങ്ങോട്ട് വരൂ. ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. മാമാന്റെ അച്ചാറുണ്ടോ? അച്ചാറിന്റെ മുന്നിട്ട് നല്ല രസമല്ല അച്ചാർ കുറച്ചല്ല ഉപ്പ് അറിയാം. കാസർഗോഡ് അച്ചാർ കുറച്ച് ഉപ്പ് വേണം. അതല്ല വാപ്പാക്ക് ഭയങ്കര ഇഷ്ടം. ശരിക്കും കാസർഗോഡ് അച്ചാറിന് നല്ല ഉപ്പാണല്ലോ. പക്ഷെ നമ്മളിത് സെയിൽ ചെയ്യാൻ പോവാണ്. നമ്മളെ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെന്താ കാട്ടണേ ഇതിലൊക്കെ ഇത് ചപ്പാത്തി ചുടണ സാധനം. നിങ്ങള് പോലെ അടക്കി ഇങ്ങനെ 2 വർത്താനങ്ങൾ അവിടെ ഇങ്ങനെ നിക്കി കുറച്ചു നേരം നമ്മളെ വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുടിക്കോ അത് ശരിയാക്കി കൊടുത്താണ്. അത് ശരിയാക്കി കൊടുക്കി. ഇവരെന്താ കാട്ടി ആശയം എന്തോ കാട്ടി. അതിൽ ചപ്പാത്തി ഉണ്ടോ? ഓനുമ്മാനൊന്ന് സഹായിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ എന്താ കാട്ടുക? ഉണ്ടാക്കിയ ചപ്പാത്തിയാണല്ലോ ചൂടാവണ്ട. എന്താ കാട്ടണ്ടേ? അത് പരത്തി അപ്പ ഷേപ്പാക്കണം. ചൂടായിട്ടില്ല. പാവം ഡബിൾ ഇരട്ടി പണിയാക്കണ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പണിയെടുക്കാൻ വന്നിട്ട് ഇരട്ടിപ്പണി ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പറയട്ടെ. വാപ്പ പിന്നെയും പോയി. വാപ്പ ഫുള്ള് എന്താ പറയാ എന്താ പണിയിലേനു വിളിച്ചു കൊടുത്തട്ടെ. വാപ്പാ വരി ഇങ്ങോട്ട് വരി. എന്തേലും 2 വാക്ക് പറയങ്ങള് വന്നോ പറയൂ വാപ്പാ. എന്താ പറയാ നിങ്ങളെന്നെ പറയില്ലേ? ഞങ്ങള് വിളിച്ചത് വേറെ എന്തിനല്ല, വേറൊരു സാധനം തരാനാണ്. എന്താ തുറന്നും ചെയ്തോ? എങ്ങനെയുണ്ട്? രസണ്ടോ? പിന്നെ അർമാണി എക്സ്ചേഞ്ച് ആണ്. ബ്രാൻഡാണ്. ഇഷ്ടായോ? എന്തിനാ വെറുതെ എനിക്ക് ഉണ്ടല്ലോ വാച്ചില്ല പിന്നെ എന്തിനാ? എന്നാലും കൊറേ മുമ്പത്തെ അല്ലേ, പുതിയത് നിങ്ങൾ വേണമെന്ന് പരസ്യം കിട്ടുമ്പോ പറയലില്ലേ? പക്ഷെ ഇത് പരസ്യത്തിൽ കിട്ടിയതല്ല, ഞങ്ങളില്ലേ നമ്മളെല്ലാരും കൂടിയിട്ട് ലാമി സ്വർണം കൊടുത്തിട്ട് വാങ്ങിയത്. രസണ്ടോ? അത് ഇട്ടോക്കി മാമാക്ക് കണ്ണ് പറഞ്ഞിട്ടോ സന്തോഷം കൊണ്ടല്ലേ. വാപ്പാക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുണ്ടല്ലോ അല്ലേ? നോക്കട്ടെ എങ്ങനെയുണ്ട് ഗൈസ്. വാപ്പാക്ക് ഇത് രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. കയ്യിന് നല്ല ചേരുന്നുണ്ട്. ഇനിയിപ്പൊ ഞാനും ഇടും, നമ്മളെല്ലാരും ഇടൂലേ? എന്റെ കുട്ടി ഇങ്ങനെ കൊടുന്നായിരുന്നു. കിസ് ഇട്ട് ഇതിലും വലിയ ഹാപ്പിനെസ് ഉണ്ടാ ഗൈസ്.
നമ്മളെ ഇപ്പാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയായിരുന്നു. ഇജിങ്ങനെ അച്ചാറെന്നാണല്ലേ ഞാൻ പറഞ്ഞത്. എവിടെ വാപ്പാക്ക് ഇങ്ങനെ രണ്ടാളി എല്ലാരും ഉമ്മക്കണല്ലോ നമ്മളെ കഴിഞ്ഞ് ഇവന് സന്തോഷം കൊണ്ട് ഇങ്ങനെയൊക്കെ കാട്ടണത്. ആ ഡാൻസ് കളിച്ചാ ഒന്നുകൂടി കളിക്കണം. രണ്ടാണ് മറ്റേ ഡാൻസ് കളിച്ചാ ഇഷ്ടായില്ലേ? പിന്നെടാ ഞങ്ങള് തരുന്ന എല്ലാ പാപ്പൊക്കെ ഇഷ്ടം തന്നെയാണ്. അത്രേ ഉള്ളൂ അല്ലേ അമ്മ അല്ലേ നമ്മളെ? അപ്പം പൈസ ചെലവാക്കിയൊന്നും വേണ്ട. അത്ര പൈസന്റെ ഇല്ലാറിയും വലുതല്ലേ. എത്ര പൈസ ചെലവായാലും നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ. അതിലാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായോ? പാപ്പാക്ക് ഇപ്പം അതത്ര എന്ത് എത്ര പൈസ ആയാലും നിങ്ങൾക്ക് വേണ്ടിട്ട് ചെലവാക്കുമ്പം അതൊരു സന്തോഷാണ്. അല്ലെങ്കിൽ കൊറേ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് മാമന്ത സ്റ്റെപ്പ് ചേർത്ത മാമ ഞാനുണ്ടല്ലോ ചപ്പാത്തിന്റെ ഇത് നാസായിട്ടേ ഓനെ നോക്കി ചെറിച്ച. അപ്പൊ നമ്മളെ കൊണ്ടൊക്കെ കഴിയണ രീതിയിൽ ഇതാ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഇതാ ഇതേപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ കുറെ വലിയ പൈസ കുറെ ചെലവാക്കണമെന്നും ഞാൻ പറയണില്ല. അതെ 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 ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറുത്. അതിപ്പോ വലിയ സമ്മാനം അങ്ങനെ ആവണമെന്നും അങ്ങനത്തെ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതെ ഓർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ എന്താണോ അതൊക്കെ ചെയ്തു കൊടുക്കി. അല്ലേ? അല്ല ഓരോ സന്തോഷമാണ് വാപ്പാന്റെ മാറ്റി സന്തോഷമാണ് നിങ്ങൾക്കെല്ലാം. അതെ അതെ ഓരോ പ്രാർത്ഥന. ആ പ്രാർത്ഥന കൊണ്ടാണ് വാപ്പാക്കും കഴിയണ ചെയ്യാ കഴിവ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ എന്താണ് ഇപ്പൊ മറ്റേ മീൻ പിടിച്ച് അതെ അതൊക്കെ അത്ര ഉള്ളൂ. പറ്റണത് വാങ്ങിക്കൊള്ളു. ഇതന്നെ വാങ്ങണമെന്നൊന്നുമില്ല. രാമി വളപ്പാക്ക് സ്കൂട്ടി ആയി കൊടുത്തില്ല. അതെ മാഷാ അല്ലാഹ്. അതെ നമുക്ക് കൊറേ ആഗ്രഹം ഉണ്ടാവില്ലോ. കൊറേ അന്ന് പാപ്പാക്ക് നോമ്പിന് വാങ്ങിക്കൊടുത്തില്ല സ്കൂട്ടി. അതേപോലെ ഓള് വളപ്പാക്ക് വാങ്ങിക്കുക. ആ വ്ലോഗുകൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കില്ല. രാമിക്ക് അതിന്റെ പ്രൗഡ് മൂമെന്റില് അതൊക്കെയാണ് പ്രൗഡ്. സന്തോഷം കൊടുക്കുമ്പോ ഓലെ കണ്ടിട്ട് കാണുന്ന സന്തോഷം. നിങ്ങളിപ്പോ എന്താ ഏത് മീനെ കിട്ടിയെന്ന് ഏതാ സാധനങ്ങള് പറയ്. ഒന്നും പറയാനില്ല കൈസോൽക്ക്. മാമ ഇതൊക്കെ ഞങ്ങള് ചപ്പാത്തി ഇങ്ങനെ ചൂടണ മാമ ഇത് ഇപ്പടുത്ത് വാങ്ങിയ സാധനം കേട്ടോ. കൊറേ ആയോ? കൊല്ലങ്ങളായി. എന്നാലും ഞാനൊന്ന് പറയാം. അല്ല ഞാൻ പറയട്ടെ ഇതിലാരും ചൂടാൻ സുഖം ഇതാണ്. ഇതിലാണ് ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ഇത് ഞാൻ വാങ്ങി തന്നോണ്ട് ഇതില് ചൂടാനാണ് ഏറ്റവും സുഖം അല്ലേ? അതെ 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 അതെ. വാപ്പ പോയി ഗൈസ്. വാപ്പ വാച്ചും ഇവിടെ വെച്ച് പോയി. വാപ്പാക്ക് വാച്ച് വേണ്ട. വാപ്പ എന്തോ പണിയിലാണ് കേട്ടോ. അതെ ഇവിടെ ഫുള്ള് വീട് പണികളാണ് ഗൈസ് നടക്കണത്. അപ്പൊ സംതിങ് മരത്തിന്റെ ചില്ല വിട്ട ഞാൻ വെറുതെ ബിൽഡപ്പ് കൊടുക്കട്ടെ. എന്തിനായിരിക്കും പറയ്. എന്തിനായിരിക്കും? നോ ആശി ഗർഭിണിയായി ആശി 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 അതിപ്പോ പറയാനായിട്ടില്ല. അതിപ്പോ പറയണ്ട. അത് സർപ്രൈസ് ആണ്. നമ്മളെ വ്ളോഗ് ഗൈസ് നോ ഗൈസ് നമ്മളെ വ്ളോഗ് വീണ്ടും വീണ്ടും തുടർന്ന് കാണുക. അപ്പം സർപ്രൈസും കാര്യങ്ങളൊക്കെ കാണുക. നല്ല കുട്ടികളുണ്ടെങ്കിൽ പറയാ ആശി ഇനി കല്യാണം കഴിക്കണം എന്നാണ് പറയണത്. പെട്ടെന്ന് പറഞ്ഞു ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേട്ടോ. അനക്കൊരു കൂട്ടാവും. അപ്പൊ എന്താ നമ്മള് വീഡിയോ വീണ്ടും തുടർന്ന് കാണാം. ഓക്കെ കൊറേ സർപ്രൈസുകൾ വരുന്നുണ്ട്. ഇതിനെന്തൊക്കെയാണ് ഇവന്ന് വയ്യേടാ. ഉണക്കമീന് അല്ലതെന്താ സ്രാവോ? ഉണക്കമീനോ സ്രാവോ? മീൻ അല്ല പച്ചമീനാണ്. സ്രാവാണോ? തിന്നാൻ പോവാണ്. അപ്പൊ അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് വീഡിയോ ഇനിയും തുടർന്ന് കാണുക. പിന്നെ ആശീസ് വ്ളോഗിൽ നമ്മള് കോമഡി വീഡിയോ നമ്മളെ ഫാമിലീസ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല ഫാമിലി കണ്ടന്റുകൾ ഇടല് തുടങ്ങിയിട്ടുണ്ട്. ആശീസ് വ്ളോഗ് നമ്മളെ ഈ വീഡിയോ കൊളാബ് ചെയ്ത അക്കൗണ്ടാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും.
അപ്പം അതിലും നിങ്ങൾ കാണുക അല്ലെ, ലാമിന്റെ മികച്ച അഭിനയങ്ങളുണ്ട്. പിന്നെ ലാമി പറയും ഞാൻ ഇങ്ങനെ അഭിനയിക്കണോ അങ്ങനെ അഭിനയിക്കണോ എന്നൊക്കെ ഒരു എന്താ ഇപ്പോൾ മടിയാണ്, ആൾക്കാരെന്ത് വിചാരിക്കും. പക്ഷെ അതൊക്കെ അഭിനയമല്ലേ? ആണ് അത് അഭിനയാണ് ഗായ്സ്. റിയൽ ലാമിത ഇതാണ്, റിയൽ ലാമിത. ഇതേപോലെ അച്ചാറും തിന്ന് നടക്കണ ലാമിയാണ്. ശരിക്കും ഇല്ല, ലാമി എവിടെയോ ആണ്, ഇവിടെ ഒന്നല്ല. ഇത് തിന്നില്ലെന്ന് തുടങ്ങി. എനിക്കും വിശക്കണു. രസമുണ്ടോ? രക്ഷയില്ല. പൊറാട്ട ആണെങ്കിൽ മാമാ പുളിപ്പ് പൊറാട്ട ഇങ്ങനെയാലോ വാങ്ങിക്കൊണ്ടിരുന്ന ഇത് തിന്നു കഴിഞ്ഞിട്ട് ഞാൻ പൊറാട്ട വാങ്ങിക്കൊണ്ടേ. അപ്പൊ ഞങ്ങളെ നെക്സ്റ്റ് വീഡിയോ മാൽദീവ്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അല്ലേ. ഞങ്ങൾ മാൽദീവ്സില് മാൽദീവ്സിലൊക്കെ പോയിട്ടോ. അതും ലാമിന്റെ ഒരു ആഗ്രഹമായിരുന്നു അല്ലേ, ഒരു ഹണിമൂണൊക്കെ. കുഞ്ഞിക്കാല് വളരെ വളരെ ചെറുതാ. ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. ഞാനും മാമിയും മാത്രം വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാ പോണ്ടേന്ന് സജസ്റ്റ് ചെയ്ത് ഞാൻ സീരിയസ് ആയി പറയണേ. എന്റെ ഉമ്മാന്റെ കൂടെ എനിക്കൊരു യാത്ര ചെയ്യണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉമ്മ, അത് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ കേട്ടോ. എന്റെ പ്ലാൻ ഫസ്റ്റ് മാമാനും കൊണ്ട് പോകണം. കാരണം നോക്ക് നമ്മളെ അല്ല ഞാനിത് ഇത് കണ്ടോ ഞാൻ ഇത് കാണണം എത്ര കാലമായി. ഇത് മാമ എപ്പോഴും ഇങ്ങനെ പണിയൊക്കെ എടുത്ത് നമ്മളന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കും അല്ലേ. കൂടുതലുമാരും ഇതേപോലെ തന്നെ അല്ലേ, കാര്യം ഏത് സമയം ഇങ്ങനെ പണിയെടുത്ത് അടുക്കളയിൽ വീടുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഓരെയും കൊണ്ടിട്ട് ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഓർക്കൊരു സമാധാനമാണ് അല്ലേ. പിന്നെ എന്നെപ്പോലത്തെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലേ, അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ പ്ലാൻ ചെയ്യണേ? അതെ, ഉമ്രക്ക് പോണല്ലേ. എന്റെ ചപ്പാത്തി എനിക്ക് 2 എടുത്ത് വെക്കുവോ? ഇൻഷാല്ലാ. അതെ, എല്ലാവർക്കും നമ്മള് വീഡിയോ കാണുന്ന എല്ലാവർക്കും പറ്റട്ടെ അല്ലേ. ആഗ്രഹം എല്ലാവർക്കും ഒക്കെ പടച്ചോന് എന്താ സഫലമാക്കി കൊടുക്കട്ടെ, സാധിച്ചു കൊടുക്കട്ടെ, സഫലമാക്കി കൊടുക്കട്ടെ, സാധിച്ചിട്ട് കൊടുക്കട്ടെ. എന്താടാ ഞാൻ 2 മലയാളം പറഞ്ഞാല് ഹോ, വേറെ ആരെയും പറഞ്ഞാല് ഹാ. നമുക്ക് ഇത്ര സ്നേഹല്ല ഭാര്യ. ഒഴിഞ്ഞോട് മസാജൊക്കെ ചെയ്തിട്ടാണ് തീറ്റിക്കണത്. അതാ കുടുങ്ങി പോയ സമാധാനം. അപ്പൊ ഞങ്ങളിതാ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇതാ ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്ന് കുറച്ച് ബിരിയാണിയോ ഇന്ന് എനിക്കും, പക്ഷെ ഞാൻ ചപ്പാത്തി കഴിക്കുള്ളൂ. ലാമി മീൻകറി കൂട്ടൂല ഗൈസ്. ലാമിനെ പോലെ ആരെയും മീന് കൂട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അതേപോലെ നമ്മളെ കാസർഗോഡത്തെ വേറൊരു കസിൻ ഉണ്ട്. എന്താണ് ഹരീഷാണ്, ഷാസും കൂട്ടലില്ല. അങ്ങനെ 1-2 ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് മീന് കൂട്ടാതെ. നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? എങ്ങനെ ഓർക്കനെ പറയും? ഒരുവന് ദഹിക്കുന്ന ആഹാരം മറ്റൊരുവന് ദഹിക്കണമെന്നില്ല. ഇത് ഏതോ ഓട്ടോറിക്ഷന്റെ ബാക്കിൽ കാണുന്ന ഒരു ഹോട്ടല്ലടാ. നബി വേറെ വല്ല എന്താണ് ഹറാമില്ല എന്താണ് പറഞ്ഞത്? ദഹിക്കുന്നത് മറ്റൊരുവന് ദഹിക്കണമെന്നില്ല. ആഹാരം ഒരുവന് ദഹിക്കുന്ന ആഹാരം. പക്ഷെ നബി ഉദ്ദേശിച്ച് വേറെ എന്തോ ആണ്. ഞാൻ പറയണത് എനിക്ക് പറ്റാത്ത വേറെ ലോകത്താണ് ഗൈസ്. എത്തി ഉണക്കമീന്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് നീരാളി തിന്നണ വീഡിയോ വരുന്നില്ലേ? നീരാളിയൊക്കെ തിന്നണ്ടോ? മുതല ഉടുമ്പ് മറ്റേതില്ല എന്താണ് കുതിരനൊന്നും തിന്നൂലട്ടോ. അല്ല നമ്മളെ ഒന്ന് പൊയ്ക്ക ഒട്ടകായിരിക്കും. ആര് തിന്നോ ഗൈസ്? എനിക്ക് ഡൗട്ട് ഉണ്ട്, കമന്റ് ചെയ്യേ അറിയണോല്ലേ. കുതിരനെ കൊല്ലണോലുണ്ടോ? കൊല്ലാൻ പാടില്ല, മൃഗങ്ങളൊന്നും കൊല്ലാൻ പാടില്ല ഗൈസ്. ഞാൻ കുറച്ചായിട്ട് ഡയറ്റിലാണ്. കോഴിയുടെ ചെസ്റ്റ് മാത്രം തിന്നാ, കോഴിന്റെ എഗ്ഗും തിന്നാ ചെസ്റ്റും തിന്നാ. മാമാന്റെ പത്തിരി പോലെ ഉണ്ട് ചപ്പാത്തി, ചെറിയ ചപ്പാത്തി. ഓനക്ക് തികയണില്ല.
അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങള് ഇന്നത്തെ ഇനിയിപ്പം എന്താ നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്, അതേപോലെ നമ്മള് കോമഡി വീഡിയോ എടുക്കാണ്ട്, അപ്പൊ അതിന് ഇറങ്ങുകയാണ്, പിന്നെ ഒന്ന് പുറത്ത് പോവാണ്ട്. അപ്പം ഇൻഷാ അല്ലാ ഇതേപോലെ ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് വരല്ലേ, വരൂലേ? അപ്പൊ വരണം, സ്റ്റേ ട്യൂൺഡ്. വരൂല, ഇവരാണ് ഇനി ഒന്നും ഉണ്ടാവും പറഞ്ഞിട്ട് വരാത്ത ആൾക്കാര്. ഒരാളിവിടെ 10 മണിയാകുമ്പോത്തിന് ജിമ്മ് പോലൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നീക്കണേന് 10 മണി ആര് ഞാനാ? ഇല്ലടാ, ജിമ്മ് രാവിലെ പോയാല് ഞാൻ ക്ഷീണാവും. അതില്ലാതെ നല്ല രാത്രി പോയിട്ട് ഒറ്റ ഞാന് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങള് ഇപ്പൊ പണിക്ക് പോയി ഗൈസ്. പിന്നെ അപ്പൊ ഫോൺ വിളിയിലാണ് ഗൈസ്. അപ്പ സെറ്റ് ഞാൻ എൻ്റെ ഏൽപ്പിക്കാണ്. ചേച്ചിനെ ഞാൻ ഇവിടെ എവിടെയോ കണ്ടു ഗൈസ്. ഞങ്ങളെ നെയ്ബർ ചേച്ചി എത്തിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതെ പറയാൻ നിൽക്കായിരുന്നു, കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൊണ്ടുപോകും ചേച്ചി. നമ്മൾ എടുത്തില്ലേ? ഇനി എടുത്തോ? മതിയോ? ഓ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി? നമ്മള് വീഡിയോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങളെ അറിയാം. ഹായ് ചേച്ചിന്റെ വക ഹായ്. അതേപോലെ ചേച്ചിന്റെ എവിടെയാണ് ചേച്ചിന്റെ മോന്? അയർലാൻഡിലില്ല മോന് ഒരു ഹായ് കൊടുത്ത. അപ്പൊ കറിവേപ്പിന്റെ ഞങ്ങളിങ്ങനെ ഞങ്ങളെ സുന്ദരി ഇമ്മച്ചിനെ കണ്ടിട്ടില്ലല്ലോ. ഇമ്മച്ചി പറയണ പ്രായമായിന്നാ. പക്ഷെ നിങ്ങൾ പറയും കമന്റ് ചെയ്യും. മാഷാ അല്ലാ നോക്ക് കറിവേപ്പിന്റെ എല്ലാം എടുക്ക് ഇമ്മച്ചി, കൊറേ എടുക്ക്. ഇമ്മച്ചി അറിയണ എന്റെ മൂത്തമ്മാനെ കേട്ടോ, ഇനി സംശയിക്കണ്ട ആരാണെന്ന്. അപ്പൊ അതാ രണ്ടും ഇമ്മച്ചി ഉണ്ടോന്ന് വിചാരിക്കും. അപ്പൊ അതാ ഇങ്ങനെ കറിവേപ്പിന്റെ ഒക്കെ പറിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഗായ്സ്. ഇമ്മച്ചി സുഖല്ലേ ഉഷാറല്ലേ? ഒരു ഇന്നെ കാണില്ലല്ലേ, ഒരു ഹായ് കൊടുക്ക്. ഇമ്മച്ചി അവിടെ ഇമ്മച്ചിന്റെ പണി നടക്കട്ടെ. അപ്പൊ ഇപ്പോഴും കട്ടാക്കിയിട്ടില്ല ഗൈസ്. ഇവിടെ ഒരാള് ബിരിയാണി വേണമെന്ന് കൊറേ നേരമായി പറയണത്. ഇമ്മച്ചി കുറച്ച് ബിരിയാണി കൊടുത്ത അവൾക്ക്. ബിരിയാണി വേണമല്ലോ ആശി, ബിരിയാണി വേണമല്ലോ അവൾക്ക്. 50 റുപ്യന്റെ ബിരിയാണി ഉണ്ട്. ബിരിയാണി മാത്രം പിന്നെന്താ വേണ്ടിയേ? ചിക്കൻ പൊരിയും ബിരിയാണിയും വേണം ഗൈസ് ഓൾക്ക്. അപ്പൊ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ തന്നെ ഒരുപാടായോ ഗൈസ്. ഇനി ഇതേപോലെ ഇനിയുള്ള വീഡിയോസ് ഞാൻ അവിടെ നിൽക്കുക ഫുൾ ആൾക്കാരാ. എനിക്കൊന്ന് സമാധാനമായിട്ട് എൻ്റെ ഏൽപ്പിക്കണം. എനിക്ക് നിങ്ങളൊക്കെ തന്നെ ഉള്ളല്ലോ ഗൈസ്. അപ്പം എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉപ്പാക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. അതിലേറെ ഞാനും സന്തോഷമാണ്, ഞങ്ങളെല്ലാവരും സന്തോഷമാണ്. നമ്മളെല്ലാവരും കാരണം ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതേപോലെ നിങ്ങൾക്കും ഇതേപോലെ സന്തോഷമല്ല എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. നമ്മൾ കമൻറ്റൊക്കെ വായിക്കുന്നുണ്ട്. അതേപോലെ എന്താ പറയുക, ഞാൻ കഴിഞ്ഞതിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞേനു. എങ്ങനെ കറക്റ്റ് പ്ലേസ്, അതേപോലെ ചോക്ലേറ്റ് വേണോ, അതൊക്കെ ഞാൻ കൊടുത്തേക്കണ് കറക്റ്റ് ടൈമിൽ. ഫസ്റ്റ് അയക്കണ ആൾക്കാണ് ഞാൻ കൊടുത്തിരുന്നത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഇൻഷാ അല്ലാ ഇനിയും ഇതേപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരും. സ്റ്റേ ട്യൂൺഡ്, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ബൈ, അസ്സലാമു അലൈക്കും.